ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kpsc എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ അടിയന്തരാവസ്ഥയെക്കുറിച്ച് 30 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1962 ഒക്ടോബർ 26. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ചൈനീസ് ആക്രമണം. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി VK കൃഷ്ണമേനോൻ. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഡോക്ടർ സക്കീർ ഹുസൈൻ 1968 ജനുവരി 19. ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1962. ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി VV ഗിരി 1971 ഡിസംബർ 3. ഇന്ത്യയിൽ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന ദേശീയ അടിയന്തരാവസ്ഥ രണ്ടാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ 1971 മുതൽ 77 വരെ. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975 ജൂൺ 25. മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം ആഭ്യന്തര കലഹം. മൂന്നാം അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഷാ കമ്മീഷൻ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി ജഗ്ജീവൻ റാം. മൂന്നാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പ്രതിരോധ മന്ത്രി സർദാർ സ്വരൺ സിംഗ്. 1977 രണ്ടാമത്തെയും മൂന്നാമത്തെയും ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് BD ജട്ടി ആക്ടിംഗ് പ്രസിഡന്റായിരുന്നു. കേന്ദ്ര ക്യാബിനറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പാർലമെൻറ്റ് അംഗീകരിച്ച ദേശീയ അടിയന്തരാവസ്ഥ എത്ര കാലം നിലനിൽക്കും? 6 മാസം. ദേശീയ അടിയന്തരാവസ്ഥ എത്ര തവണ പ്രഖ്യാപിക്കപ്പെട്ടു? 3 തവണ. 1962, 71, 75. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങൾ യുദ്ധം, സായുധ വിപ്ലവം, വിദേശ ആക്രമണം. ഇന്ത്യൻ രാഷ്ട്രപതിക്ക് എത്ര തരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ട്? 3 തരം. ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന 3 തരം അടിയന്തരാവസ്ഥകൾ: ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 352, സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 356, സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ 360. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഒരു സംസ്ഥാനത്തിൽ രാഷ്ട്രപതി ഭരണം എത്ര കാലം നിലനിർത്താം? 3 വർഷം. ഇന്ത്യയിൽ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണം നിലനിന്നത് പഞ്ചാബിൽ. രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചപ്പോൾ പഞ്ചാബിൽ മുഖ്യമന്ത്രി ഗോപിചന്ദ് ഭാർഗവ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചത് മണിപ്പൂരിൽ 10 തവണ. നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളം 1959 ജൂലൈ 31. കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് 1982. ലോകത്ത് ആദ്യമായി കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം UK, രണ്ടാമത് അയർലൻഡ്. ഇന്ന് 30 ചോദ്യങ്ങളാണ് ഉള്ളത്. എല്ലാവർക്കും നന്ദി.